ഹായ് കൂട്ടുകാരെ, കെട്ടിയവൻ ഒരു കിഴങ്ങൻ, അമ്മായിപ്പനാണെങ്കിലോ അതിലേറെ ഒരു ഞരമ്പൻ. അപ്പം അമ്മായിപ്പന് മരുമകളുടെ കൂടെ കളിക്കണം, അതിനുവേണ്ടി അങ്ങനെ ഓരോരോ പരിപാടികളാണ് ഒപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഫസ്റ്റ് തുടങ്ങുന്ന കാണിക്കുന്നത് ഇതാണ് മരുമകൾ, പേര് ലില്ലി. അപ്പം നോവൽ എഴുതുകയാണ് കേട്ടോ. കഥ സ്വന്തം ജീവിതം തന്നെയാണ് നോവലായി എഴുതുന്നത്. അപ്പോൾ ഇതിനിടയിൽ അമ്മായിപ്പനാണെങ്കിൽ ചായ ആയിട്ട് വരും കേട്ടോ. ആളുടെ പേര് വാസു. മോളെ, നീ കുറേ നേരമായാലും എഴുതുന്നു, ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്ക്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയുണ്ട്, അത് നല്ല കാര്യമാണ്. പക്ഷേ നിങ്ങളെന്താണ് നിങ്ങൾക്കൊരു കുട്ടി വേണം ആ കാര്യം ചിന്തിക്കാത്തത്? കുറച്ച് സമയം കണ്ടെത്തി ഹണിമൂണിനൊക്കെ ഒന്ന് പോ എന്ന് നമ്മുടെ വാസുവണ്ണം പറയും കേട്ടോ. ലില്ലിക്കാണെങ്കിൽ അതിനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്ന ലില്ലിയും കെട്ടിയനോട് കിടക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അച്ഛൻ ഇന്നും ചോദിച്ചു, നിങ്ങളെന്താ കുട്ടിയെപ്പറ്റി ഒന്നും ചിന്തിക്കാത്തത്? അപ്പോൾ നമുക്കൊരു കുട്ടി വേണ്ടേന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഈ കെട്ടിയവനാണെങ്കിൽ ഒരു കിഴങ്ങനാണ് കേട്ടോ. ഇവൻ ഇതിനോടൊന്നും ഒരു താല്പര്യമില്ല. പിന്നെ കാണിക്കുന്ന നമ്മുടെ വാസുണ്ണനാണെങ്കിൽ ബാത്റൂമിൽ എന്തോ സൗണ്ട് കേട്ട് വന്ന് നോക്കി. അപ്പം നമ്മുടെ ലില്ലി കുളിക്കുകയാണ്. അപ്പോൾ വാസുണ്ണനാണെങ്കിൽ കതക് തുറന്ന് പതിയെ നോക്കുകയാണ് കേട്ടോ. ഇവളെ എവിടെ എന്ത് പണി ചെയ്താലും ഇങ്ങനെയാണെങ്കിൽ അവിടെ പോയി വായും പൊളിച്ച് ഒളിപ്പിച്ച് നിൽക്കും. കിച്ചണിലാണെങ്കിൽ ഇങ്ങനെ കുനിഞ്ഞ് നിന്നപ്പം അതും പോയി കണ്ട് വെള്ളമിറക്കി ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഇവരെല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കുകയാണ്. അപ്പോൾ ഈ കെട്ടിയവൻ കിഴങ്ങൻ പറയും, എനിക്ക് ബിസിനസ് ട്രിപ്പ് ഉണ്ട്, ഞാൻ പോവാന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ചോദിക്കും, നീ എപ്പോഴും ബിസിനസ്സിന് പോയിക്കൊണ്ടിരുന്ന കുട്ടിയൊന്നും വേണ്ടേ? നീ എന്താണ് ഇങ്ങനെ? കുറച്ച് സമയം കണ്ടെത്തി നിൻ്റെ ഭാര്യയുടെ കൂടെ ചിലവഴിക്കും. അപ്പോൾ ലില്ലി പറയും, അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഈ വാസുണ്ണനാണെങ്കിൽ ലില്ലിയുടെ ഇങ്ങനെ നോക്കി വെള്ളം ഇറക്കുകയാണ്. പിന്നെ കാണിക്കുന്ന ഈ വാസുണ്ണൻ ഫോണിൽ എന്തോ സെർച്ച് ചെയ്തിട്ട് എന്തോ കിട്ടിയിട്ടാണ്. അപ്പോൾ ഇത് മതി എന്നൊക്കെ പറയുക. പിന്നെ നമ്മുടെ കെട്ടിയോ കിഴങ്ങൻ പിറ്റേ ദിവസം പോവുകയാണ് കേട്ടോ. പിന്നെ വാസുണ്ണനാണെങ്കിൽ ലില്ലിക്ക് കൊടുക്കാൻ ചായ എടുക്കുകയാണ്. അപ്പോൾ എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അത് ഇവനാണെങ്കിൽ വാസുണ്ണൻ ഈ ചായയുടെ കൂടെ ചേർക്കും. സംഭവം എന്തോ ഒരു സംഭവമാണ്, എന്തോ പരിപാടിയുണ്ട് മനസ്സിൽ. പിന്നെ ലില്ലി കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാസുണ്ണൻ പതിവ് പോലെ ചായ കൊണ്ടുപോയി കൊടുക്കും. ആ മോളെ, എന്തായി കഥയൊക്കെ, എങ്ങനെ പോകുന്നു, തീരാറായെന്നൊക്കെ ചോദിക്കും. അപ്പം ലില്ലി പറയും, കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു. മോളെ, എൻ്റെ മകന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതാണ് നിങ്ങൾക്ക് കുട്ടികളൊന്നും ഉണ്ടാകാത്ത എന്നൊക്കെ ഇയാൾ ചോദിക്കും. പിന്നെ ഇയാൾ പറയും, ഞാനങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു പറഞ്ഞുകൊണ്ട് കഥ തുറന്ന് പോകും. ഈ ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ലില്ലിക്കാണെങ്കിൽ എന്തോ സംഭവിച്ചു എന്ന് വെച്ചാൽ മൂടാകുന്ന പോലെ ഉണ്ട്. വാസുണ്ണൻ ഫോണിൽ കുത്തിയിരുന്ന് കണ്ടുപിടിച്ചത് മൂടാകാനുള്ള എന്തോ സംഭവമാണ്. പെട്ടെന്ന് വാസുണ്ണൻ റൂമിലേക്ക് വന്നപ്പോഴത്തേക്കും ഇവളെന്തോ ചെയ്യായിരുന്നു. ഡ്രസ്സൊക്കെ നേരെ ഇട്ടിരിക്കും. വാസുണ്ണനാണെങ്കിൽ, മോളെ നിനക്ക് വയ്യ, എന്താ തലവേദനയാണോ മേലുവേദനയാണോ, ഞാൻ തിരുമ്മി തരാമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി കളിക്കും. അങ്ങനെ അത് കഴിഞ്ഞു കേട്ടോ. ഒരു കളി കഴിഞ്ഞു. പിന്നെ നമ്മുടെ കിഴങ്ങൻ കെട്ടിയോ വന്നു. ഇവനാണെങ്കിൽ ഫുഡ് തിന്നുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഒരു നോട്ടം നോക്കും. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതമാണ്. ഇവർക്കും കുഴപ്പമില്ല. ലില്ലിക്കാണെങ്കിൽ വാസുണ്ണൻ്റെ പഴം വെച്ചുള്ള കളി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇവൾ പിന്നെയും വന്നിട്ട്, എനിക്ക് നിങ്ങളുടെ പഴം വേണം, ഞാൻ നിങ്ങളുടെ പഴമിങ് എടുക്കുക എന്നൊക്കെ പറയും. കാരണം കെട്ടിയവനൊരു കിഴങ്ങനാണല്ലോ. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞു, കെട്ടിയനൊക്കെ വന്നു, നോവലൊക്കെ എഴുതി പബ്ലിഷായി. ലില്ലി മനസ്സിൽ വിചാരിക്കും, എനിക്കെല്ലാം എഴുതാൻ പറ്റിയില്ല, വാസുണ്ണൻ്റെ പഴം എൻ്റെ വയറ്റിൽ വളരുന്ന കാര്യമൊന്നും എഴുതാൻ പറ്റിയില്ല. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്